മാക്രോ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ക്ലാസ് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് കാരണം അടുത്ത സെക്കൻഡ് ഭാഗം കുറച്ച് ലേറ്റായി. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു മാക്രോ എക്കണോമിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ്റെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ദർ ആർ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. വാട്ട് ആർ ദ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? അതന്നെ പറയൂ. ലാൻഡ്, ലേബർ, capital and organization are the 4 factors of production. അല്ലേ? Land, labor, capital and organization are the 4 factors of production and they are getting remuneration also. എന്താണ്? What are the different types of remuneration they get? They get remuneration in the form of wages, rent, interest and profit. അല്ലേ? Land is getting remuneration in the form of rent. Labor is getting remuneration in the form of wages. And capital is getting remuneration in the form of interest. And entrepreneur is getting the remuneration in the form of profit. നമുക്കറിയാം. അപ്പോൾ these are the 4 factors of production and these are the remuneration received by these 4 factors of production. അപ്പോൾ നമ്മൾക്ക് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈസിനെസ്സിന് വേണ്ടിയിട്ട് അതൊന്ന് ഡയഗ്രമാറ്റിക്കലി നമ്മൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താലോ അല്ലെങ്കിൽ പിക്ചറൈസ് ചെയ്താലോ. നോക്കൂ, നമ്മളുടെ പിക്ചറിലേക്ക് നിങ്ങളൊന്ന് നോക്കി നോക്കൂ. നിങ്ങൾക്കത് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഇവിടെ ലേബറാണ്. നോക്കൂ, ആ ലേബർ ആള് ഈൽഡ് കളക്ട് ചെയ്യുകയാണ്. ആ ഫാമിൽ ഒരു ഫാമാണ്. ആൻഡ് സെക്കൻഡ് ഇസ് ദ സെക്കൻഡ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ is the land. It is the you can see their natural resources out there. അല്ലേ? ആൻഡ് തേർഡ് ഫാക്ടർ യു ക്യാൻ സീ ദ ക്യാപിറ്റൽ. അല്ലേ? മെഷീനറി കാണാം നിങ്ങൾക്ക്, ബിൽഡിങ് കാണാം നിങ്ങൾക്ക്, അവിടെ ഒരു വെഹിക്കിൾ, അത് ട്രാക്ടർ ഇസ് ദെയർ. ഓൾ ദിസ് ഇസ് കൺസിഡേർഡ് ടു ബി ദ ക്യാപിറ്റൽ. ഓക്കെ. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ദ ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഓൺട്രപ്രണർ. നോക്കൂ, ഇതെല്ലാം നോക്കി നടത്തുന്ന ഒരു ലേഡി ഈസ് ദെയർ. അല്ലേ? ഷീ ഈസ് ലുക്കിംഗ് ആഫ്റ്റർ എവറിത്തിങ്. ഷീ ഈസ് കോർഡിനേറ്റിംഗ് എവറിത്തിങ്. And she is the who coordinate everything, every activities coordinate ചെയ്യുന്ന ആള്. She is the entrepreneur out here. So these are the 4 factors of production and the 4 factors of production are receiving the rewards. അതും നമ്മളെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഒന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ആ ചിത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ മനോഹരമായിട്ട് ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും മനസ്സിലാവാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയറായി അല്ലേ? ഇനി നോക്കൂ, ഇനി നമ്മൾക്ക് ഒരു കാര്യം കൂടിയും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ആദ്യത്തെ 3 ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ, അവർക്ക് ഉള്ള റെമ്യൂണറേഷൻ ഓരോന്നും തന്നെ വളരെ വൃത്തിയായിട്ട് നമ്മളുടെ ഓൺട്രപ്രണർ കൊടുക്കുന്നു. എന്നിട്ട് there will be a surplus left after this and that surplus is known as the profit and that profit is the reward for the ഓൺട്രപ്രണർഷിപ്പ്. ക്ലിയർ ആയല്ലോ? എല്ലാതും കോർഡിനേറ്റ് ചെയ്യുന്ന ആൾ എന്ന് പറയുന്നത് ഓൺട്രപ്രണറാണ്. ആളുടെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്. ലേബറിന് വേണ്ട വേജസ് കൊടുക്കുന്നു, ലാൻഡിന് വേണ്ട റെൻറ്റ് കൊടുക്കുന്നു, ക്യാപിറ്റലിന് വേണ്ട ഇൻട്രസ്റ്റ്. എങ്ങനെയാണ് ക്യാപിറ്റൽ ആൾ റേസ് ചെയ്യുന്നത്? സംടൈംസ് ക്യാപിറ്റൽ മേ ബി റേസ്ഡ് ഫ്രം സം ബാങ്ക്സ് ലൈക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക്സോ അല്ലെങ്കിൽ ബോറോഡ് ഫ്രം സം അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സെൽഫായിട്ട് she may be finding out the capital. ഓക്കെ, അങ്ങനെ ക്യാപിറ്റലിന് ആവശ്യമായിട്ടുള്ള ഇൻട്രസ്റ്റും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന സർപ്ലസ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി ദ പ്രോഫിറ്റ് ആൻഡ് ദിസ് പ്രോഫിറ്റ് ഈസ് ടേക്കൺ ബൈ ദ ഓൺട്രപ്രണർ ഹെർസെൽഫ് ഓർ ഹിംസെൽഫ്. സോ പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഫോർ ഓൺട്രപ്രണർഷിപ്പ്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. ഇനി നമ്മൾക്ക് അടുത്തതായിട്ടുള്ളത് ദാറ്റ് ഈസ് ദ 4 സെക്ടേഴ്സ് ഇൻ ആൻ ഇക്കോണമി.
What are the four sectors in an economy? Parayu. First one is firms, second one is household, third one is government, and fourth one is the external sector. അപ്പോൾ ആദ്യത്തത് ഫസ്റ്റ് വൺ ഇസ് ദ ഫേംസ്. ഫേംസ് അല്ലെങ്കിൽ ഓൺട്രപ്രണേഴ്സ് ആർ ദ ഇമ്പോർട്ടൻറ്റ് സെക്ടർ ഓഫ് ആൻ ഇക്കോണമി. ദേ ആർ ദ കാറ്റലിസ്റ്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. നമുക്കറിയാം firms generate wealth, they provide employment opportunities for the people, they pay taxes to the government, and they are considered to be the basis of economic development. Okay, so firms are the most important. Firms play an important role in the economic development of a country. Okay, next one is the household sector. The second major sector is the household sector, or it is the group of individuals, or it is the group of families. Households refers to the group of individuals who collectively makes decisions, who collectively engage in consumption. When we consider the aggregate demand, household consumption demand is considered to be the most important component of aggregate demand. ശ്രദ്ധിക്കൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ള ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലൊക്കെ തന്നെയും നമ്മൾ പറയാനായിട്ട് പോകുന്നുണ്ട് ഹൗസ് ഹോൾഡ് ഡിമാൻഡും ആഗ്രിഗേറ്റ് ഡിമാൻഡും. അപ്പോൾ ശ്രദ്ധിക്കുക, കെനീഷ്യൻ തിയറി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദ കെനീഷ്യൻ തിയറി ഈസ് ബിൽറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് നമ്മൾ പറഞ്ഞതാണ്. സോ ആഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ മേജർ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എന്താണ് പറയൂ, മേജർ കമ്പോണൻറ്റ് ഇസ് ദ ഹൗസ് ഹോൾഡ് ഡിമാൻഡ്. ഓക്കെ, ഇനി ഹൗസ് ഹോൾഡ്സ് ഏൺ ഇൻകം, ദേ പേ ടാക്സസ്, they do savings, and they also make a consumption. Okay, ഇനി എവിടെ നിന്നാ, ഫ്രം വെയർ households receives income in the form of wages or salaries. Okay, അപ്പോൾ രണ്ടാമത്തെ മേജർ സെക്ടറും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ മേജർ സെക്ടറാണ് ഇറ്റ് ഇസ് ദ ഗവൺമെൻറ് സെക്ടർ. ദ അതർ ഇമ്പോർട്ടൻറ്റ് സെക്ടർ in a capitalist economy, it's the state or the government. The state do not actively involve in economic activities, but they perform the regulatory activities. The government makes laws and enforces them. Government plays an important role in the creation of in the development of social and economic infrastructure in a country. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സെക്ടറും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് നാലാമത്തെ സെക്ടറാണ് പറയാനായിട്ട് പോണത്. നാലാമത്തെ സെക്ടർ ഇസ് ദ എക്സ്റ്റേണൽ സെക്ടർ. All modern economies, as we know, are open economies. They are having trade relationship or cordial relationship with other countries of the world. Most of the economies are open economies, and there are very few closed economies also. So economies can be classified into two on the basis of the economic relationship, that is open economies and closed economies. If a domestic country sells its goods and services to the rest of the world, it is known as export. If a domestic country buys goods and services from other countries of the world, it is known as imports. Okay, ഇത് രണ്ടും എക്സ്പോർട്ട് എന്താണ്, ഇമ്പോർട്ട് എന്താണ് എന്ന് ക്ലിയർ ആയല്ലോ. എക്സ്പോർട്ട് ഇസ് ദ outflow of materials, goods and services from our country to other countries. Import is the inflow of goods and services from other countries to our country.
Okay, clear. And there is also, listen, and there is also inflow and outflow of investment, inflow of foreign investment to our country and outflow of our investment to foreign countries also take place. Okay, clear. അപ്പോൾ these are the 4 sectors of an economy. ഏതൊക്കെയാണ് 4 sectors? Firms, household, government and external sector are the 4 sectors of an economy. അപ്പോൾ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഈ ചാപ്റ്റർ മാക്രോ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഇൻട്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്റർ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലേക്കുള്ള ഒരു ആമുഖമാണ്, അല്ലെങ്കിൽ ഒരു തുറന്ന വാതിലാണ്. ഇതിലെ ഓരോ കാര്യങ്ങളും നമ്മളിനി ബാക്കി വരുന്ന ചാപ്റ്റേഴ്സിലൊക്കെ തന്നെയും പ്രതിപാദിക്കുന്നതാണ്. ഇനി നമ്മളുടെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ചാപ്റ്ററുമാണ്. അതേപോലെ ഈ ചാപ്റ്ററിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതും അടുത്ത ക്ലാസ്സുകളിലായിട്ട് വരുന്നതാണ്. അപ്പോൾ തൽക്കാലം ഐ എം സൈനിങ് ഓഫ്. താങ്ക് യു.